ഇപ്പോൾ കോഴിക്കോട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങളെ കാണുകയാണ്. പ്രത്യേകിച്ചും അതിജീവിതയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ച് അതിജീവിതയെ ഈ വേട്ടക്കാരുടെ കൂടെ നിൽക്കുകയാണ്. ഇതാണ് നമ്മളെ വിസ്മയിപ്പിക്കുന്ന ഒരു കാര്യം. ഞാനൊരു കാര്യം പറയുന്നു, അനിതാ സിസ്റ്ററെയും ഈ അതിജീവിതയെയും ഞങ്ങൾ ഒറ്റയ്ക്കാക്കില്ല. എല്ലാ പിന്തുണയും അവർക്കുണ്ടാകും. നിയമപരമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനുള്ള പിന്തുണയുണ്ടാകും. ഇനി സമരരംഗത്തേക്ക് അവർക്ക് വേണ്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതൊരു കാരണം ഒരു പ്രതീകാത്മകമായ ഒരു കേസാണിത്. കാരണം ഇങ്ങനെ ഒരു സ്ഥലത്ത് സംഭവിക്കാൻ പാടില്ല. അപ്പോ ഇവർക്കൊരു നാണം പോലുമില്ല. ഇങ്ങനെ കേരളം മുഴുവൻ ഇത് ചർച്ച ചെയ്തിട്ട് ഇന്ന് 3-4 പത്രങ്ങളാണ് ഈ സംഭവത്തെക്കുറിച്ച് എഡിറ്റോറിയൽ എഴുതിയിരിക്കുന്നത്. എല്ലാവരെയും ഞെട്ടിപ്പിക്കുകയും എല്ലാവരെയും വിസ്മയിപ്പിക്കുകയും ചെയ്യുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അടിയന്തരമായി അവർക്ക് ഇവിടെ തന്നെ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം അപ്പോയിന്റ്മെന്റ് കൊടുക്കണം. രണ്ടാമതൊരു കാര്യം, ഹൈക്കോടതി ഇതുപോലെ ഒരു ഉത്തരവ് കൊടുത്തിട്ട് അത് നടപ്പാക്കില്ല എന്നൊരു മന്ത്രി പറഞ്ഞാൽ അത് സത്യപ്രതിജ്ഞാ ലംഘനമല്ലേ? നിയമവും നീതിന്യായ സംവിധാനങ്ങളെയും അവർ പറയുന്നത് പാലിക്കാനുള്ള ഉത്തരവാദിത്വം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുത്തൊരു മന്ത്രിക്കില്ലേ? അപ്പൊ ഹൈക്കോടതിയുടെ ഒരു ഉത്തരവ് അവരുടെ മുമ്പിൽ, ആരോഗ്യ വകുപ്പിന്റെ മുമ്പിൽ ഉണ്ടായിട്ടും അത് നടപ്പാക്കില്ല എന്ന് പറയുന്ന ഈ ആരോഗ്യമന്ത്രിയുടെ ധാർഷ്ട്യത്തിന് എന്തു പേരിട്ടാണ് വിളിക്കേണ്ടത്? സത്യപ്രതിജ്ഞാ ലംഘനമാണ് അവർ ചെയ്തിരിക്കുന്നത്. ഭരണഘടനാ വിരുദ്ധമായിട്ടാണ് അവർ പെരുമാറുന്നത്. നിയമവിരുദ്ധമായിട്ടാണ് അവർ പെരുമാറുന്നത്. അല്ല, മുഖ്യമന്ത്രിയാണല്ലേ ഇതുപോലത്തെ എല്ലാ വേണ്ടാധീനങ്ങൾക്കും എല്ലാ വൃത്തികേടുകൾക്കും കൊടപിടിച്ചു കൊടുക്കുന്ന ആളാണ് മുഖ്യമന്ത്രി. എന്തിനാണ് പിന്തുണ കൊടുക്കുന്നത്? ഹൈക്കോടതിയുടെ ഉത്തരവ് ഞങ്ങൾ പാലിക്കില്ല എന്ന് പറഞ്ഞതിനോ? സർക്കാർ പാലിച്ചേ മതിയാവൂ. മുഖ്യമന്ത്രിയാണെങ്കിലും ഗവൺമെന്റ് ആണെങ്കിലും ആരോഗ്യമന്ത്രിയാണെങ്കിലും അത് പാലിക്കാനുള്ള ഭരണഘടനാപരമായ ഉത്തരവാദിത്വം അവർക്കുണ്ട്. ആ ഭരണഘടനാപരമായ ഉത്തരവാദിത്വം ഒരു ഹൈക്കോടതി ഉത്തരവുണ്ടായാൽ ആരായാലും, ഞാനായാലും ആരായാലും പാലിക്കാനുള്ള ഉത്തരവാദിത്വമുണ്ട്. ഒരു മന്ത്രി പറയാ നടപ്പാക്കില്ല എന്ന് പറയാൻ ആരെയാണ് ഇവർ വെല്ലുവിളിക്കുന്നത്? അതാണ് എന്റെ ചോദ്യം. ഇവർ ആരുടെ കൂടെയാണ് നിൽക്കുന്നത്? ഉറപ്പായിട്ട് പോവും അവരിത്. ഈ കാര്യം നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഇന്ന് കോടതിയുടെ ഉത്തരവ് കൂടി, കോടതിയുടെ അഭിപ്രായം കൂടി വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. നിയമപരമായ എല്ലാ നടപടികൾക്കും ഞങ്ങൾ ഉണ്ടാകും. ഇത് പരസ്യമായ ഭരണഘടനാ ലംഘനമാണ്, നിയമലംഘനമാണ്, പരസ്യമായ പ്രഖ്യാപനമാണ്. അതിജീവിതയുടെ കൂടെയല്ല സർക്കാർ, പീഡന വീരന്റെയും അവനെ സഹായിച്ചവരുടെയും കൂടെയാണ് സർക്കാർ എന്നുള്ള പ്രഖ്യാപനമാണ് പരസ്യമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതാണ് അധികാരത്തിന്റെ ധാർഷ്ട്യവും അഹങ്കാരവുമാണ്. ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെ ഞങ്ങൾ സംരക്ഷിക്കും, ഒരാളും ചോദ്യം ചെയ്യേണ്ടതെന്നുള്ള ധിക്കാരമാണ്. ആ ധിക്കാരത്തിനാണ് കേരളം മറുപടി കൊടുക്കാൻ പോകുന്നത്. ഒരു സംശയവും വേണ്ട. അനിതയുടെ ഭാഗത്തുണ്ടായ വീഴ്ചകളാണ് ജോലിയിൽ പ്രവേശിപ്പിക്കാതിരിക്കാൻ കാരണമെന്നാണ് മന്ത്രി ഇന്നലെ പറഞ്ഞത്. പക്ഷെ ഹൈക്കോടതിയിൽ റിവ്യൂ ഹർജി പോയ സമയത്ത് അത്തരം വീഴ്ചകളൊന്നും സർക്കാർ പറയുന്നില്ല. ഇതുപോലെ അനിതയേക്കാൾ നിയമനത്തിന് അർഹരായ 18ഓളം പേരുണ്ട് എന്നൊക്കെയുള്ള കണക്കാണ് റിവ്യൂ ഹർജിയിൽ പറയുന്നത്. പുറത്തൊന്ന് ഹൈക്കോടതി വേറെ ഒന്നും രീതിയിലാണ്. തീർച്ചയായിട്ടും ആരോഗ്യമന്ത്രി ഇന്നലെ പറഞ്ഞ മറുപടി അല്ല സർക്കാരിന്റെ ഹൈക്കോടതിയിലെ വാദം. മാത്രമല്ല, സർക്കാർ തന്നെ സമ്മതിച്ചതല്ലേ ഏപ്രിൽ 1-ാം തീയതി ഇവർക്കിവിടെ നിയമനം കൊടുക്കുക എന്ന് സർക്കാർ തന്നെ സമ്മതിച്ചതാണ്. അവരുടെ ഭാഗത്ത് ഒരു വീഴ്ചയുണ്ടായെന്ന് സർക്കാരിന്റെ ഭാഗത്ത് ഒരു അഭിപ്രായമില്ല കോടതിയിൽ. അപ്പോൾ സർക്കാർ കോടതിയിൽ പറയാത്ത കാര്യമാണ് മന്ത്രി പുറത്തു പറയുന്നത്. അത് ഇവിടുത്തെ ഈ പാർട്ടിക്കാർ പറഞ്ഞ കേട്ടിട്ടാണ്. പീഡന വീരനും അതിനോട് കൂടെ നിൽക്കുന്നവരും പറയുന്നത് കേട്ടിട്ടാണ് മന്ത്രി പറയുന്നത്. അതാണല്ലോ നടക്കുന്നത്. അതാണല്ലോ ഈ ആരോപണം വന്ന ആൾ, ഈ പീഡിപ്പിച്ച ആള്, അയാൾക്ക് വേണ്ടിയിട്ട് അതിജീവിതയോട് ഇത് പിൻവലിക്കണം, പരാതി പിൻവലിക്കണം എന്ന് ഭീഷണിപ്പെടുത്തിയ ആളുകൾ എല്ലാവരും ഭരണാനുകൂല സംഘടനയുടെ ആളുകളല്ലേ. അവരെ സംരക്ഷിക്കാൻ, അവരെ ചേർത്ത് നിർത്താൻ വേണ്ടിയിട്ടാണ് എല്ലാ പരിധിയും വിട്ടല്ലേ തോന്നിയാസം ചെയ്യുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പീഡിപ്പിക്കപ്പെട്ട യുവതിക്ക് പിന്തുണ നൽകിയ നഴ്സ് പി ബി അനിതയുടെ ഭാഗത്ത് ജോലി സംബന്ധമായ വീഴ്ചയുണ്ടെന്നുള്ള അന്വേഷണ റിപ്പോർട്ടാണ് ഇന്നലെ ആരോഗ്യമന്ത്രി പുറത്തുവിട്ടത്. ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിൽ പ്രതികരിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ.